സാധാരണ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇടി കൊണ്ടവനാണല്ലോ പൈസ കിട്ടേണ്ടത്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ സമയം നല്ല ബെസ്റ്റ് സമയമായതുകൊണ്ട് തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഇൻഷുറൻസ് ഏജന്റ് പറയാണ്, ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് നീയാണ് പോയി ഇടിച്ചത്, അതുകൊണ്ട് ഈ ഒരു പോലീസുകാർക്ക് നീ അങ്ങോട്ടേക്കാ പൈസ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയെ ഞെട്ടിക്കുന്നുണ്ട്. ഹീറോയാണെങ്കിൽ ഞാനും ഒരു പോലീസുകാരനാടാ, എന്നെ ആ ഗുണ്ടകൾ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഓടി വന്നത്, ആ സമയത്ത് ഇവന്മാർ എന്നെ ഇടിച്ചിട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരികയാണ്. ഹീറോയിനെ കണ്ടു കഴിഞ്ഞപ്പോ ഹീറോ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. പണ്ട് മുതലേ ഹീറോയ്ക്ക് ഇവളുടെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. ചെറുതല്ല, ഒത്തിരി വലുത്, ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ഒരു വൺ സൈഡ് പ്രേമമായിരുന്നു ഹീറോയ്ക്ക് അവളോട് ഉണ്ടായിരുന്നത്. എന്നാൽ ഹീറോ കാരണം ഒരുപാട് പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാലും ചീഫ് പറഞ്ഞുകൊണ്ട് തന്നെ ഇവനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറന്റിൽ നിന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. ഹീറോയ്ക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ ഹീറോ പറയാൻ തുടങ്ങുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ന്യൂസിൽ എലൈറ്റ് പാർക്ക് ആ ക്രിമിനൽസിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോസ് ഒക്കെ കാണിക്കുകയാണ്. പാർക്ക് എന്തായാലും പിടിച്ചോണ്ട് പോയത് പോസിന്റെ ടീമിനെ മാത്രമായിരുന്നില്ല, നമ്മുടെ ഇൻഫോമറിനെയും, അതായത് കങ്ങനെയും മാമാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു.